ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഡെസേർട്ട് റെസിപ്പിയാണ് കേട്ടോ. പൈനാപ്പിൾ കൊണ്ട് ഒരു അടിപൊളി പൈനാപ്പിൾ സൂഫ്ലെയാണ് ഉണ്ടാക്കിനി. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഇത് 250 ml കപ്പിലാണ് കേട്ടോ എടുക്കുന്നത്. ഇനി അതിലേക്ക് തന്നെ 1 കപ്പ് ക്രീമാണ് എടുക്കുന്നത്. ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീമാണ് എടുത്തിന്. 200 ml ഒരു ഫുള്ള് പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡ് അതും 200 ml ചെറിയ ടിന്നില്ലേ, അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും പിന്നെ ഈ മിൽക്ക് മെയ്ഡും ഒക്കെ നല്ല പോലെ ബീറ്റ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ജെല്ലി പൗഡറാണ്. ഇത് നമ്മൾ ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഒരു പാക്കറ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1.25 കപ്പ് നല്ല തിളച്ച വെള്ളമില്ലേ, അത് ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടിയൊന്നും കൂടാണ്ട് ഇളക്കണം. ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലോ ഏതെങ്കിലും ഒരു പരന്ന പാത്രത്തിൽ നമുക്ക് ഈ ജെല്ലി ഒഴിച്ചു കൊടുക്കാം. ഇത് ഇതിൻ്റെ ചൂട് തണിയുന്നവരെ നമുക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അതേപോലെ തന്നെ ഞാൻ റാസ്ബെറി ഫ്ലേവറും ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം ജെല്ലി പാക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് 1.25 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കട്ടിയൊന്നും കൂടാണ്ട് ഇളക്കി വിട്ട് വേണം ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കോ ഏതെങ്കിലും ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാനായിട്ട്. ഇതേപോലെ ഞാൻ എടുത്തതായിട്ട് പൈനാപ്പിൾ ഫ്ലേവറാണ് എടുത്തിന്. എനിക്ക് 2 യെല്ലോവും 1 റെഡാണ് കിട്ടീന്. നിങ്ങൾക്ക് നല്ല കോൺട്രാസ്റ്റ് കളറില്ലേ, യെല്ലോ ഗ്രീൻ റെഡ് ഏത് കളർ വേണമെങ്കിലും എടുക്കുക. കുറേ കളേഴ്സ് ആകുമ്പം കാണാനും നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഈ പൈനാപ്പിൾ ഫ്ലേവർ ജെല്ലിയും ഞാൻ അതേപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 3 ജെല്ലിയും തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതാ ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വേണ്ടട്ട, ഒരു 1/4 ഭാഗമാണ് എടുത്തിന്, അത്രയും മതിയാവും. ഇനി ഒരു ഫ്രൈ പാൻ നല്ല ചൂടായി വരുമ്പം അതിലേക്ക് കട്ട് ചെയ്ത് പൈനാപ്പിൾ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഒരു 5 to 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ, ഇതിൽ തന്നെ വെള്ളം പുറത്തേക്ക് വന്നോളും. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. പൈനാപ്പിൾ നല്ല പോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല പോലെ തണിയാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. പൈനാപ്പിൾ നല്ല പോലെ തണിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഒഴിക്കുന്ന ക്രീമെല്ലാം പിരിഞ്ഞു പോവും. അപ്പോൾ ഈ പൈനാപ്പിൾ തണിഞ്ഞതിന് ശേഷം നമുക്കിതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഇതുപോലെ ആദ്യത്തെ ലെയറായിട്ട് നിരത്തി വെക്കാം. നമ്മൾ നേരത്തെ ക്രീമെല്ലാം മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉണ്ടായിനി. അത് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 250 ml കപ്പിൽ 1 കപ്പ് നല്ല തണുത്ത പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാലും ക്രീമും എല്ലാം ഉള്ള മിക്സ് നമ്മൾ നേരത്തെ നിരത്തി വെച്ച പൈനാപ്പിളിൻ്റെ മേലേക്ക് സെക്കൻഡ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നമ്മൾ 3 കളർ ജെല്ലി സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, അത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഈ പൈനാപ്പിൾ സൂഫ്ലെ നല്ല ടേസ്റ്റിയുള്ള റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാ 3 ജെല്ലിയും ഇതിലിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി കളറായിട്ട് കാണുന്നില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ടേസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വേറെ ചെറിയ ചെറിയ ഈസി റെസിപ്പീസും വ്ളോഗ്സുമായി ഇൻഷാല്ലാ വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.